ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. വൈറ്റ് പേപ്പർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പബ്ലിഷ് ചെയ്തതിനെ തുടർന്ന് നിരവധി മലയാളികളാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തത്. എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ? ഇതുപോലെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ തകർന്നു പോകും. തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. വിസ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക, 10 വർഷത്തേക്ക് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന വലിയ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്ന കടം പോലും പലരും വീട്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പല സോളിസിറ്റർമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ നിയമം വരാൻ യാതൊരു സാധ്യതയില്ല, നിലവിൽ UK-യിലുള്ള ആൾക്കാരെ ഇത് ബാധിക്കില്ല എന്നൊക്കെ തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നവരെല്ലാവരും തന്നെ ഒരു 98% ഇത് വരാൻ സാധ്യതയില്ല, 2% വരാൻ സാധ്യതയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത് തടയാനായിട്ട്, ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് വളരെ അധികം ബാധിക്കപ്പെടാൻ പോകുന്നത് ഇവിടെ നിലവിൽ UK-യിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊന്നും ചെയ്യാതെ നിലവിളിച്ച് ശബ്ദം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ നിലവിളി ആരും കേൾക്കില്ല. അപ്പോൾ ഇത് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഞാനൊരു ലീഗൽ എക്സ്പേർട്ടും കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ചിലപ്പോൾ പ്രാവർത്തികമാകാൻ സാധ്യതയുള്ള ഒരു പരിഹാരം ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കൺസേൺസ് നമ്മുടെ ലോക്കൽ MP-മാരെ അറിയിക്കുക. നിങ്ങളെല്ലാവരും കണ്ട ഒരു വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ട്. ഒരു ലോക്കൽ MP പാർലമെൻറ്റിൽ അവരുടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ കൺസേൺസ് അറിയിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ലോക്കൽ MP-യെ നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ മലയാളികളും, അതായത് ഈ PR 10 വർഷത്തേക്കാക്കുമ്പോൾ അത് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മലയാളികളും UK-യുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അവരെല്ലാവരും അവരവരുടെ ലോക്കൽ MP-മാർക്ക് ഒരു ഇമെയിൽ അയക്കുക. ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇമെയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന നിങ്ങളുടെ രീതിയിൽ തയ്യാറാക്കിയ ഒരു ഇമെയിലോ നിങ്ങളുടെ ലോക്കൽ MP-മാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കൺസേൺസ് എല്ലാ MP-മാർക്കും ബോധ്യമായി കഴിയുമ്പോൾ അവരെല്ലാവരും പാർലമെൻറ്റിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു നിയമമായിട്ട് വരാൻ സാധ്യതയില്ല. അത് നമുക്ക് എല്ലാ MP-മാരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ 100% നമുക്ക് പിന്തുണയുണ്ടാകും. നമ്മളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനു വേണ്ട പരിശ്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക. നമ്മൾ നിലവിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പരിഹാര മാർഗ്ഗങ്ങളാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിയമം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ നിങ്ങളുടെ ലോക്കൽ MP-ക്ക് അയച്ചു കൊടുക്കുക. കൂടാതെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത്. അവർ മാത്രം വെച്ചിട്ട് കാര്യമില്ല. UK-യിലെ എല്ലാ ഭാഗങ്ങളിലും താമസിക്കുന്ന എല്ലാ മലയാളികളും ഈ ഇമെയിൽ അവരവരുടെ ലോക്കൽ MP-ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റ് എന്തെങ്കിലും അധികമായിട്ട് ചേർക്കേണ്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ഇമെയിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന്, നമ്മൾ നേരിടാൻ സാധ്യതയുള്ളൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.